ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേട്ടറ്റ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് യോഗ്യത നേടാനുള്ള പരമാവധി അവസരങ്ങൾ സർക്കാർ ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 12-ന് നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമാകുമെന്നും മന്ത്രി. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൊടകര ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൃഷി ഇറക്കിയ ശേഷം ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. 2 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത് 20ഓളം പേർക്ക്. വാർത്തകൾ വിശദമായി. കേട്ടറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് യോഗ്യത നേടാനുള്ള പരമാവധി അവസരങ്ങൾ സർക്കാർ ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നായർ സർവീസ് സൊസൈറ്റി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലെ വിധിന്യായം ഭിന്നശേഷി നിയമനത്തിനായി തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള മാനേജ്മെന്റിന് കൂടി ബാധകമാക്കാൻ അനുമതി തേടി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് നടപടി. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ LP, UP, സെക്കൻഡറി വിഭാഗങ്ങളിലെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയായതായും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നതായും മന്ത്രി പറഞ്ഞു. കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച വിഷയത്തിൽ 12-ന് നടക്കുന്ന യോഗത്തിൽ തീരുമാനമാകും. എല്ലാ വിഭാഗത്തിലുമുള്ള ലിസ്റ്റ് അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് നൽകും. സർവീസിൽ തുടരുന്നതിന് അധ്യാപക യോഗ്യതയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പരിഹരിക്കാൻ കൂടുതൽ പരീക്ഷകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് എത്ര വലിയവനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് നന്നായി പോകുന്നുണ്ട്. അമ്പലം രഹസ്യമായി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അമ്പലത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ കലാപൂരത്തിന് തിരി തെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവ വേദിയിൽ തിരക്കിട്ട ഒരുക്കങ്ങൾ. കലാമാമാങ്കത്തിന് തൃശൂർ ഒരുങ്ങുകയാണ്. 64ാമത് സ്കൂൾ കലോത്സവം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെത്തുമ്പോൾ അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ. 24 വേദികൾ, 249 മത്സര ഇനങ്ങൾ. പ്രധാന വേദി ഒരുങ്ങുന്നത് തേക്കിൻകാട് മൈതാനിയിൽ. 14-ാം തീയതി കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. 18-ാം തീയതി സമാപന സമ്മേളനം ചലച്ചിത്ര താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഒരേ സമയം 8000 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മത്സരാർത്ഥികൾക്ക് 28 കേന്ദ്രങ്ങളിലായാണ് താമസ സൗകര്യം. ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര തൃശൂരിലെത്തും. തൃശൂർ ഒരുങ്ങുകയാണ്. കലാപൂരത്തിന് ഇനി 3 നാൾ മാത്രം. TCV, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരവേൽക്കാൻ നാടൊരുങ്ങി. വേദിയുടെയും പന്തലുകളുടെയും പണികൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കാനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വാങ്ങണം. പ്രധാന വേദിയിൽ ദീപാലങ്കാരവും കുറ്റമറ്റ ശബ്ദ സംവിധാനവും ഒരുക്കി. കലോത്സവത്തിന് എത്തുന്നവർക്കുള്ള രുചികരമായ ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മത്സരം നടക്കുന്ന സ്കൂളുകൾക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും. മത്സരവേദിയിൽ ചെസ് നമ്പറുകൾ 3 തവണ വിളിച്ചിട്ട് ഹാജരായില്ലെങ്കിൽ ചെസ് നമ്പർ ക്യാൻസൽ ചെയ്യും. മത്സരഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കും. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. 14-ാം തീയതി രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 15-ാം നമ്പർ വേദിയുടെ പേര് ഡാലിയ എന്നതിന് പകരം താമരയെന്നാക്കി മാറ്റിയതായും മന്ത്രി അറിയിച്ചു. BJP പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് പേര് മാറ്റിയത്. ഇക്കാര്യത്തിൽ വിവാദമുണ്ടാക്കാൻ താൽപര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ നിജി ജസ്റ്റിൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ്, വിദ്യാഭ്യാസ ഡയറക്ടർ NKS ഉമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കലോത്സവ വേദിക്ക് താമര എന്ന പേര് നൽകാൻ തീരുമാനിച്ചത് സ്വാഗതം ചെയ്ത BJP. വേദിക്ക് താമര എന്ന പേര് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. താമര എന്ന പേര് ഒഴിവാക്കിയത് മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്ന് മന്ത്രി തന്നോട് പറഞ്ഞു. തെറ്റ് തിരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നതായും നാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. താമരയുടെ പേര് ഒഴിവാക്കിയ നടപടി പിൻവലിച്ച സർക്കാർ നടപടിയെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വേദികളുടെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും ദേശീയ പുഷ്പത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടി അംഗീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകില്ല എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കലോത്സവ വേദിക്ക് താമരയുടെ പേരിടാൻ തയ്യാറാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒന്ന് പത്രസമ്മേളനത്തിൽ അത് പ്രഖ്യാപനം നടത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതാണെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിതമല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. എന്തായാലും കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കലോത്സവ വേദിയായി തൃശ്ശൂർ മാറട്ടെ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോയതിൽ ഏറെ സന്തോഷിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒരു വേദിക്ക് താമരയെന്ന് മാറ്റി പേരിട്ടതിന് പിന്നിൽ CPM BJP അന്തർധാരയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സുരേഷ് ഗോപി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയ CPM BJP അന്തർധാര ഇപ്പോഴും ശക്തമാണെന്ന് ഇതോടെ വ്യക്തമായി. CPM BJP PR ഏജൻസിയായി മാറിക്കഴിഞ്ഞെന്നും ജോസഫ് ടാജറ്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡാലിയ എന്ന് പേരിട്ട ആ വേദിക്ക് താമര എന്ന് പേര് നൽകി. ഇത് വിവാദം ഒഴിവാക്കാനാണ് ഇങ്ങനെ പേരിട്ടതെന്ന് ബഹുമാന്യനായ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദത്തിന് അവസരം വെച്ചുകൊടുത്തത്? ഇത് CPM-ഉം BJP-യുമായുള്ള ഒരു അന്തർധാരയാണ് എന്നാണ് ഞങ്ങൾക്കിതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ ആകെ ഇന്നലെ നടന്നു എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റാണ്, BJP-യുടെ പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ്. മുതിർന്ന നേതാക്കൾ ആരും ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായില്ല. പക്ഷേ ഇന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ കാര്യത്തിൽ BJP-യുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് വിവാദങ്ങൾക്ക് പോകരുത്, ഞങ്ങൾ താമര എന്ന് പേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് BJP-യുടെ PR ഏജൻസിയാണ് CPM എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനാവശ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കലാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. അതിനുശേഷം തിരുവനന്തപുരത്ത് MLA പ്രശാന്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ശ്രീലേഖയുടെ വിവാദം. എന്തിനാണ് അത് ഉണ്ടാക്കിയത്? ഇതൊക്കെ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പെരുപ്പിച്ചുകൊണ്ട് BJP-ക്ക് സംസ്ഥാനത്തുണ്ടായ തകർച്ച അതിൽ നിന്ന് കരകയറ്റി കൊടുക്കുന്നതിനാണ്. കൊടകര മറ്റത്തൂർ കൃഷിഭവനങ്ങളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലമ്പാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴേക്കും കനാൽ അടയ്ക്കേണ്ട സമയമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കുറി കൃഷിയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലമ്പാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയത്. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിര് വന്ന നെൽച്ചെടികളെ ഉണക്കുഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് കർഷകരും
മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. പാടശേഖരത്തില് 3 പൂവ് നെൽകൃഷി ചെയ്തിരുന്നതാണ്. നല്ല വേനൽക്കാലത്ത് ഒരു തുള്ളി മഴ പെയ്യാത്ത കാലത്ത് പോലും പുഞ്ച പോലും ഞങ്ങൾ പണിത് 3 പൂവാന് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷം ഉണ്ടായത് കനാൽ ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ടേൺ അനുസരിച്ച് വിടേണ്ടതിനെ പറ്റി 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം വെള്ളം വിടാനേ പറ്റുള്ളൂ എന്നൊരു തീരുമാനമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ കർഷകരുടെ ആവശ്യം വേണ്ട രീതിയിൽ അധികൃതർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. നിലമൊരുക്കാനും വിതയ്ക്കാനും മറ്റുമായി നല്ലൊരു തുകയാണ് കർഷകർ ചെലവഴിച്ചിട്ടുള്ളത്. 100 ചിലാനപ്പറയ്ക്ക് നിലം ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണങ്ങിയെടുക്കുകയാണ്. മണൽപ്പറ്റുള്ള ഒരു പാടശേഖരമാണ്. വെള്ളം തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് പറ്റി ഉണങ്ങും. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നെല്ലൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം തുറന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഇത് അല്ലെങ്കിൽ പണിനേലും മുൻപ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കാര്യം മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ ഞങ്ങൾ പണിയിലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കി കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വർഷത്തിൽ 3 വട്ടം കൃഷി ഇറക്കിയിരുന്ന പാടശേഖരമാണ് ചാറ്റിലമ്പാടം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിരിപ്പ് കൃഷി മാത്രമേ ഇവിടെ വിജയകരമായി ചെയ്യാനാവൂ എന്നതാണ് അവസ്ഥ. മുണ്ടകൻ ഇറക്കിയാൽ പലപ്പോഴും കൊയ്ത്തെടുക്കാൻ കിട്ടാറില്ല. TCV ന്യൂസ് കൊടകര. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായി. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും വൻതോതിൽ മണലെടുക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ്, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മഞ്ഞനപ്പള്ളി, പുല്ലൂറ്റുപാലം എന്നിവിടങ്ങളിലാണ് കനോലി കനാലിൽ വ്യാപകമായി മണൽ ഖനനം നടക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണലെടുക്കുന്നത്. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായാണ് മണൽ വരുന്നതെന്നും തുടർച്ചയായുള്ള മണലെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കക്കവാര തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവർ ഉപജീവനം നടത്തിപ്പോരുന്ന ഒരു കനോലി കനാൽ കൂടിയാണ്. നിലവിൽ ഇവിടെ മാസങ്ങളായിട്ട് 3 ഡ്രഡ്ജിംഗ് മെഷീനിൽ 3 സെന്ററുകൾ കേന്ദ്രീകരിച്ചിട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ആഴമില്ലാത്ത കനോലി കനാലുമായി ബന്ധപ്പെട്ട് ആഴമില്ലാത്ത ഭാഗങ്ങളിൽ 5 മീറ്റർ മാത്രമേ ഡ്രഡ്ജിംഗ് നടത്താൻ അനുമതിയുള്ളൂ. പക്ഷെ നിലവിൽ ഇവിടെ 10-15 മീറ്റർ താഴ്ത്തിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള മണൽക്കൊള്ളയാണ് ഇവിടെ നടന്നത്. ഞങ്ങൾക്ക് മണൽക്കൊള്ള അല്ലെങ്കിൽ വികസനത്തിൽ ഞങ്ങൾ ഒരിക്കലും എത്തില്ല. പക്ഷെ ഇതുപോലത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിന് ഞങ്ങളെ പ്രതിഷേധം ശിവാലയ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. മണലെടുപ്പ് മൂലം കനോലി കനാലിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ട നിലയിലാണ്. ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനം അവസാനിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ശനിയാഴ്ച രാവിലെ ചാലക്കുടി മാർക്കറ്റിൽ വെച്ചാണ് 3 പേരെ നായ കടിച്ചത്. പരിക്കേറ്റ 2 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റൊരാൾ അതിഥി തൊഴിലാളിയായ യുവാവാണ്. ചൌക്ക സ്വദേശി ജോബി, മേലൂർ കുന്നപ്പിള്ളി സ്വദേശി രാജീവ് എന്നിവരാണ് ആശുപത്രിയിൽ എത്തിയത്. ബാറൂൺ ഇസ്ലാം എന്ന ആസാം സ്വദേശി മാർക്കറ്റിലെ കശാപ്പുശാല തൊഴിലാളിയാണ്. മറ്റ് 2 പേർ മാംസം വാങ്ങിക്കാൻ എത്തിയതായിരുന്നു. കശാപ്പുശാലയ്ക്ക് മുന്നിൽ കിടന്ന നായ ഓടിവന്ന് കടിക്കുകയായിരുന്നു എന്ന് രാജീവ് പറഞ്ഞു. ഞാൻ ചാലക്കുടി മാർക്കറ്റിൽ ഇറച്ചി വാങ്ങിയപ്പോൾ ഒരു പട്ടി വന്നിട്ട് എൻ്റെ പിന്നെ കടിച്ച്. പട്ടികൾ ഇപ്പോൾ ആദ്യമേ തൊട്ട് ഭയങ്കര നിരന്തരം ശല്യമാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മുടെ നഗരസഭ ഇതിന് ഒരു എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. വിവരമറിഞ്ഞ് ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മാസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് റോഡിൽ 4 ഘട്ടങ്ങളിലായി 20ഓളം പേരെ നായ കടിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്ത ജനതാ റോഡിലും നിരവധി പേർക്ക് നായകളുടെ കടിയേറ്റു. അക്രമകാരികളായ ഈ നായകൾക്കെല്ലാം വിഷബാധയുണ്ടെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ആളുകളെ കടിച്ച വേളയിൽ തന്നെ നാട്ടുകാർ ചേർന്ന് നായകളെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ചാലക്കുടി മാർക്കറ്റ് റോഡും പരിസരവും തെരുവ് നായകളുടെ പിടിയിലാണ്. 100 കണക്കിന് നായകളാണ് കടകൾക്ക് മുന്നിൽ അലഞ്ഞു തിരിയുന്നത്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അവസ്ഥ വ്യത്യസ്തമല്ല. നേരം ഇരുട്ടിയാൽ നായ്ക്കളെ ഭയന്ന് പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട്. TCV ന്യൂസ് ചാലക്കുടി.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട് കോഴ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിച്ചിലപ്പള്ളി എംഎൽഎയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന ധർണ കെപിസിസി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാർ, കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ സാബു, കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജാഫർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി തൃശൂരിൽ മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെ പങ്കെടുപ്പിച്ച് സ്നേഹവിരുന്ന് നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ എംഎൽഎ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഖലീലുൽ ബുഖാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പേരോട് അബ്ദുറഹിമാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്ക് മുറുകുന്നു. ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകും. സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്താൻ തന്ത്രിയുടെ വീട്ടിലും മറ്റിടങ്ങളിലും പരിശോധന നടത്തും. നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങൾ SIT കണ്ടെത്തിയിരുന്നു. തന്ത്രി ആചാരലംഘനം നടത്തിയെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും SIT വ്യക്തമാക്കി. അതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 11 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് AIYF. ഇക്കാര്യത്തിൽ പോലീസ് കേസെടുക്കണമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിരിച്ചെടുത്ത പണം കൊണ്ട് ഇതുവരെയും പുനരധിവാസം ഒരുക്കാത്തത് ദുരന്തബാധിതരോടുള്ള വെല്ലുവിളിയാണ്. പൊതുസമൂഹത്തോട് യൂത്ത് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ജിസ്മോൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. 10 ലക്ഷം രൂപ വീതമുള്ള 30 വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ 2,40,00,000 രൂപ സമാഹരിച്ച് 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളുകൾ പിന്നിടുമ്പോൾ AIYF തീരുമാനിച്ച 10 വീടുകളുടെ തുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടന എന്ന നിലയിൽ DYFI തീരുമാനിച്ച തുകയും അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൈമാറി. സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവജന സംഘടനകളുടെയും വീട് സ്പോൺസർ ചെയ്യുന്ന മറ്റു സംഘടനകളുടെ എല്ലാം യോഗം വിളിച്ചിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് ആ യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവർ വീട് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി കേരളത്തിലെമ്പാടും പണം പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളുകൾ പിന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ പോലും ഈ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച തുക നൽകിയിട്ടില്ല എന്നുള്ളത് കേരളത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതരോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം, യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതരോട് മാപ്പ് പറയുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിന്നിൽ മറ്റൊരു ടോറസ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർമാരായ പാവറട്ടി സ്വദേശി അനുരാഗ്, പെരുമ്പിലാവ് സ്വദേശി രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടോറസ് ലോറി പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ടോറസ് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. എറണാകുളം കലൂർ പുന്നക്കുടി പറമ്പിൽ ഗാലിദ് മക്കളായ അജ്മൽ, അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ ബസ് നിർത്താതെ പോയി. എറണാകുളത്ത് നിന്ന് വന്നിരുന്ന ബസ് മലപ്പുറം തിരൂരിലേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ തെങ്ങിൽ ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കിഴക്കുംപാട്ടുകരയിൽ തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. ചെമ്പൂത്ര താളിക്കോട് സ്വദേശി 40 വയസ്സുള്ള റിൻഡോയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ദേശീയപാത കുറുമാലിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പറപ്പൂക്കര മുത്രത്തിക്കര സ്വദേശി കൊരട്ടിക്കാട്ടിൽ 55 വയസ്സുള്ള ബാബു എന്ന് വിളിക്കുന്ന ആറുമുഖനാണ് മരിച്ചത്. ജനുവരി 1-നായിരുന്നു അപകടം. നന്ദിക്കര സെന്ററിൽ പ്രവർത്തിക്കുന്ന ചിപ്സ് ഹണ്ട് ബേക്കറിയുടെ ഉടമയാണ് ബാബു. കട തുറക്കാൻ പോകുന്നതിനിടെ കുറുമാലിയിൽ വെച്ച് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഗാനഗന്ധർവന് ഇന്ന് 86-ാം പിറന്നാൾ. മലയാളത്തിന്റെ ശബ്ദസുഹൃതം KJ യേശുദാസിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ആസ്വാദക ലോകം. പുലരിത്തുമ്പിലെ തൂമഞ്ഞ് തുള്ളി മുതൽ ഓരോ മലയാളിയുടെയും നാവിൻ തുമ്പിൽ നിറയുന്ന നാദവിസ്മയം. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളിലും ഈണമായി കടന്നുവന്ന മാന്ത്രിക സ്പർശം. പ്രണയത്തിന്റെ മഴ നനയുമ്പോൾ, വിരഹത്തിന്റെ ചൂടേൽക്കുമ്പോൾ, ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ ഉയരുമ്പോഴെല്ലാം ഏതെങ്കിലുമൊക്കെ പാട്ടായി പാറിവരും ആ ശബ്ദച്ചിറക്. എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ? മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി ഭാഷയ്ക്കും ദേശത്തിനുമൊക്കെ അതീതമായി എന്നുമെന്നും കേൾക്കാൻ കൊതിക്കുന്നൊരു ഈണമുണ്ടെങ്കിൽ അതിന്റെ പേരാണ് യേശുദാസ്. ഇനിയ പൊന്നിലാവേ പൊന്നിലവിലൻ കനാവേ നിனைவிலே ഏതു സുഖം തുടരുതേ ദിനം ദിനം ദേവരാജൻ മാഷിനൊപ്പം 650-ലേറെ ഗാനങ്ങൾ, രവീന്ദ്രനൊപ്പം 339 ഗാനങ്ങൾ, വയലാറിന്റെ 445 പാട്ടുകൾക്കും ശ്രീകുമാരൻ തമ്പിയുടെ 500-ലേറെ പാട്ടുകൾക്കും ശബ്ദമായി. 45,000-ലേറെ സിനിമാ ഗാനങ്ങൾ, 8 തവണ ദേശീയ പുരസ്കാരം, കേരള സംസ്ഥാന അവാർഡ് മാത്രം 24 തവണ. മറ്റു സംസ്ഥാനങ്ങൾ നൽകിയ ആദരങ്ങൾ ഇതിനു പുറമെ 12 സിനിമകളിൽ പാടി അഭിനയിച്ചു. 77-ൽ പത്മശ്രീ, 2002-ൽ പത്മഭൂഷൺ, 2017-ൽ പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചു. അകരം ഇപ്പോ ശിഖരം മാച്ച്, നഗരം ഇപ്പോ തങ്കം മാച്ച്, കാട്ട് മൂങ്ങി പാട്ട് പാടും പുല്ലാങ്കുഴലാച്ച്. വിശേഷണങ്ങളുടെ വാക്ക് അതിർത്തികൾക്കപ്പുറത്തേക്ക് വളർന്ന് കാലത്തെ അതിജീവിച്ച സ്വരമാധുരി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന യേശുദാസ് 80-ാം പിറന്നാളിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും പാടൂ ഞങ്ങൾക്ക് വേണ്ടി എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് മലയാളിക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ന്യൂസ് ഡെസ്ക് TCV.
കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അനസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി.എം.എ. ജബ്ബാർ, സി.ജെ. പോൾസൺ, പി.എ. അബൂബക്കർ, ഇ.ആർ. ജോഷി, ടി.കെ. സയ്യിദ് മുഹമ്മദ്, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് പി.എം. അബ്ബാസ്, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച റോഡിന്റെ പണി തുടങ്ങുമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. അറിയിച്ചു. ഇത് വിരിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ റോൾ ചെയ്യും. ഈ പണി തൊട്ടടുത്ത ദിവസം നടക്കും. അങ്ങനെ നടത്താൻ ഒരു ബുധനാഴ്ചയോടുകൂടി അവർക്ക് മണ്ണ് മാറ്റുന്നത് തുടങ്ങി വ്യാഴം വെള്ളി കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 106ാം വാർഷികം ആഘോഷിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് പി.ബി. ജോഷി അധ്യക്ഷനായിരുന്നു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, സ്കൂൾ മാനേജർ സി.എസ്. പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ശിവദാസ്, സുനിത ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത രവീന്ദ്രൻ, ഹെഡ് മിസ്ട്രസ് ജയന്തി എൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിയതോടുകൂടെ പരിസരത്ത് കറുത്ത പുക വ്യാപിച്ചു. റെയിൽപാളത്തേക്കും സമീപത്തെ പാമ്പിൻകാവിലേക്കും തീ പടരുന്നതിന് മുൻപ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഡിവിഡന്റ് വിതരണവും സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനവും നടന്നു. ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സി.എം. അബ്ദുൾ നാസർ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എം. നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബാങ്ക് സെക്രട്ടറി പി.എസ്. പ്രസാദ്, ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ.ആർ. സിമി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ സംവിധാനങ്ങളെല്ലാം റിപ്പബ്ലിക് ദിനത്തിന്റെ 76ാം വാർഷികത്തിന്റെ ഭാഗമായി ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് ആന്റി കറപ്ഷൻ സംസ്ഥാന ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടന, ജനാധിപത്യം, ജുഡീഷ്യറി എന്നീ വിഷയങ്ങളിൽ തൃശൂരിൽ തുറന്ന സംവാദം സംഘടിപ്പിക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന തുറന്ന സംവാദത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജസ്റ്റിസ് പി. കമാൽ ബാഷ നിർവഹിക്കും. ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, ടി.എൽ. സന്തോഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നരേന്ദ്രൻ ആട്ടോക്കാരൻ, അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി, ശശി പുളിക്കൽ, അഡ്വക്കേറ്റ് വി.എം. സൌമ്യ, ബിജു വാഴപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസങ്ങളായി നടക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് നാളെ സമാപനമാകും. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വാസോർധാരയോടെ യജ്ഞം സമാപിക്കുക. തുടർന്ന് കലാശാഭിഷേകവും നടക്കും. കലാശാഭിഷേകത്തിന് ശേഷം ഗുരുവായൂർ ഗോപന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന ആൽത്തറമേളവും വൈകിട്ട് 6:30 മുതൽ ശ്രീരാം ഓങ്ങല്ലൂരിന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 ഫർണസുകൾ വഴിപാടായി ലഭിച്ചു. പാലാ സ്വദേശി ആർ. വിജയാണ് ഫർണസ് സമർപ്പിച്ചത്. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി. മനോജ് ബി. നായർ, കെ. എസ്. ബാലഗോപാൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ. ബി. അരുൺകുമാർ, അസിസ്റ്റന്റ് മാനേജർ സി. ആർ. ലജുമോൾ, ഹെൽത്ത് സൂപ്പർവൈസർ ഡോക്ടർ എം. എൻ. രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാവറട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സി.എം. ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് പ്രസിഡന്റ് എ.ജെ. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഇ.വി. വിനോദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജിൽ വർഗീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ പോൾ, പി.ഐ. റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ അനുമോദിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി. കെ. സത്യഭാമിയെയും ജില്ലാ പഞ്ചായത്ത് അംഗം കെ. ആർ. സത്യനെയും ചടങ്ങിൽ അനുമോദിച്ചു. മായന്നൂർ എഴുത്തച്ഛൻ സമാജം പ്രസിഡന്റ് കെ. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ വൈസ് പ്രസിഡന്റ് കെ. കൊച്ചുകുട്ടൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഇ. പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി കെ. രാമചന്ദ്രൻ, പി. കെ. സുമതി, എസ്. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ചന്തപ്പുര ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. കെ.ആർ. ചൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ.പി. രാജൻ, ടി.പി. പ്രഭേഷ്, ഷീല രാജ് കമൽ, പി.എച്ച്. നിയാസ്, സി.വി. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 70-ാം വയസ്സിൽ പ്രായത്തിന്റെ അവശതകളെ മറന്ന് 70% മാർക്കോടെ 10ാം തരം പരീക്ഷയിൽ വിജയം നേടിയിരിക്കുകയാണ് മതിലകം സ്വദേശിനിയായ സുബൈദ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ അവധി ദിവസങ്ങളിൽ നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ തുടർ സാക്ഷരതാ മിഷനിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഇവർ സാക്ഷരതാ ക്ലാസുകളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി ചിട്ടയായ പഠനത്തിലൂടെയാണ് തിളക്കമാർന്ന വിജയം കൈപ്പിടിയിലൊതുക്കിയത്. മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും പ്രോത്സാഹനത്തോടെ +2-ഉം തുടർന്ന് ഡിഗ്രിയും എടുക്കാനുള്ള മാനസിക തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സുബൈദ. മതിലകം സെന്ററിന് പടിഞ്ഞാറ് പരേതനായ കുഴിക്കണ്ടത്തിൽ മജീദിന്റെ ഭാര്യയാണ് സുബൈദ. പഠനത്തിൽ മികവ് തെളിയിച്ച സുബൈദയെ മതിലകം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വീട്ടിലെത്തി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വൈസ് പ്രസിഡന്റ് PM ആൽഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AA ബിനീഷ്, വാർഡ് മെമ്പർ ഹസീന റഷീദ് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. TCV കയ്പമംഗലം. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാൾ ഇന്നും നാളെയും ആഘോഷിക്കും. രാവിലെ ദിവ്യബലിക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ദിനമായ നാളെ രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 തിരുനാൾ പ്രദക്ഷിണം നടക്കും. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞിബീവിയുടെയും 168ാമത് ആണ്ടുനേർച്ചയുടെ ഭാഗമായുള്ള ചന്ദനക്കുടം നേർച്ചയുടെ കൊടികയറ്റം നടന്നു. തെക്ക് വടക്ക് ഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ കാഴ്ച ജാറം അങ്കണത്തിൽ എത്തി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക പ്രസിഡന്റ് CM ജോർജിന്റെ ചരമവാർഷിക ദിനം വടക്കാഞ്ചേരിയിൽ ആചരിച്ചു. അനുസ്മരണ യോഗത്തിൽ അജിത് മല്ലയ അധ്യക്ഷത വഹിച്ചു. PN ഗോകുലൻ, PS അബ്ദുൾ സലാം, അബ്ദുൾ ഗഫൂർ, പ്രശാന്ത് P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് തീണ്ടാപ്പാറ ശ്രീ അയ്യപ്പൻകാവിൽ അന്നദാന മണ്ഡപം സമർപ്പിച്ചു. ശബരിഗിരി ബിൽഡേഴ്സാണ് അന്നദാന മണ്ഡപം സമർപ്പിച്ചത്. മധു ശബരിഗിരിയുടെ മാതാവ് നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ്സ് ഫറവോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി വെഞ്ചരിപ്പ് നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജനറൽ കൺവീനർ ആന്റണി വെട്ടത്തുപറമ്പിൽ, കൺവീനർമാരായ വിൽസൺ മനളി, ക്ലീറ്റസ് വടക്കേതല, ഷിജു, സരിൻ താണിശ്ശേരിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് സെന്റർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KV മോഹനനും 4ാം വാർഡംഗം നസീമ ബഷീറിനും സ്വീകരണം നൽകി. മുൻ ദേശീയ അധ്യാപിക അവാർഡ് ജേതാവ് K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. CR ഗണേഷ്, RI സക്രിയ, ഷാജി ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു അഭിമാനവും സ്വകാര്യ വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. നാളെ രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോയൽ പുല്ലേലിയുടെ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും.
കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ 17, 18, 19 തീയതികളിൽ ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം 14 രാവിലെ ഫാദർ ആന്റോ തച്ചിൽ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലിൻസൺ വടക്കേപീടിക, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, വിജയ് കുറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം എരണേഴത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ കൊടിയേറും. ദ്വാരപാലക ശില്പങ്ങൾ പിച്ചളയിൽ പൊതിഞ്ഞതിന്റെ സമർപ്പണവും നടക്കും. ഈ മാസം 31-നാണ് പ്രതിഷ്ഠാദിനം. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, ട്രഷറർ ES ഷൈജു എന്നിവർ പങ്കെടുത്തു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളിയിലെ തിരുനാൾ ആഘോഷിക്കുന്നു. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ എഡ്വിൻ ചക്കാല കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം. തിങ്കളാഴ്ച ടൗൺ അമ്പും നടക്കും. ലയൺസ് ക്ലബ് വെങ്കിടങ്ങ് സെൻട്രലിന്റെ ചാർട്ടർ ഡേ ആഘോഷിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CD ലിയോ, MM ദിനേശൻ, P മദൻകുമാർ, ശ്രുതി ചന്ദ്രൻ, ബെന്നി ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ ശാസ്ത്രപ്രീതിയോടനുബന്ധിച്ച് ഉപനിഷത്ത് പാരായണം നടന്നു. പ്രത്യേക പൂജകൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ബ്രാഹ്മണ സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ, സമൂഹമഠം പ്രസിഡന്റ് പ്രൊഫസർ TK ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ, ഹരിശങ്കർ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരയൻകണ്ടത്ത് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. നാളെ രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അമൽ ചാളൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അരിമ്പൂർ സെന്റ് അൽഫോൺസ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കളക്ടർക്ക് റോളർ സ്കേറ്റിംഗിലൂടെ വ്യത്യസ്ത വരവേൽപ്പുമായി വിദ്യാർത്ഥിനി. പവിത്ര റെജി എന്ന വിദ്യാർത്ഥിനിയാണ് റോളർ സ്കേറ്റിംഗിലൂടെ കളക്ടർ അർജുൻ പാണ്ഡ്യനെ എതിരേറ്റത്. സംസ്ഥാന തലത്തിൽ റോളർ സ്കേറ്റിംഗിൽ വെങ്കല മെഡൽ ജേതാവാണ് പവിത്ര റെജി. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് തുടക്കമായി. തിരുനാൾ ദിവസമായ നാളെ രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ട്വിങ്കിൾ വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേടെറ്റ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് യോഗ്യത നേടാനുള്ള പരമാവധി അവസരങ്ങൾ സർക്കാർ ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 12 നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമാകുമെന്നും മന്ത്രി.
തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൊടകര ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൃഷി ഇറക്കിയ ശേഷം ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. 2 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത് 20ഓളം പേർക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.